ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മന്ത്രത്തിലേക്ക് സ്വാഗതം. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയാണ്. ചില ചോദ്യങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതിനാൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ വീഡിയോസ് കൂടി നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. വീഡിയോസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ 4 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 1 ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ഗ്രാന. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണ്. ഗ്രാനയിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ മെലാനിൻ. ഗ്രാനയിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങളാണ് ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫിൽ, കരോട്ടിൻ. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകം? ആൻസർ ഹരിതകം എ. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകമാണ് ഹരിതകം എ. സഹായക വർണ്ണകങ്ങളിൽ ഉൾപ്പെടാത്ത വർണ്ണകം? ആൻസർ ഹരിതകം എ. സഹായക വർണ്ണകങ്ങളിൽ ഉൾപ്പെടാത്ത വർണ്ണകമാണ് ഹരിതകം എ. ഹരിതകണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗം? ആൻസർ സ്ട്രോമ. ഹരിതകണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗമാണ് സ്ട്രോമ. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന സസ്യങ്ങളിലെ ഭാഗം? ആൻസർ ഗ്രാന. ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശഘട്ടം നടക്കുന്ന സസ്യങ്ങളിലെ ഭാഗമാണ് ഗ്രാന. ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം നടക്കുന്ന സസ്യങ്ങളിലെ ഭാഗം? ആൻസർ സ്ട്രോമ. ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം നടക്കുന്ന സസ്യങ്ങളിലെ ഭാഗമാണ് സ്ട്രോമ. ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ മെൽവിൻ കാൽവിൻ. ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. രാസസംയുക്തങ്ങൾ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്? ആൻസർ രാസസംശ്ലേഷണം. രാസസംയുക്തങ്ങൾ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം. താഴെ തന്നിട്ടുള്ളവയിൽ സൂര്യപ്രകാശം ഉപയോഗിക്കാതെ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകർ? ആൻസർ സൾഫർ ബാക്ടീരിയ. സൂര്യപ്രകാശം ഉപയോഗിക്കാതെ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരാണ് സൾഫർ ബാക്ടീരിയ. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ സർഗാസം. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗകളാണ് സർഗാസം. കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്ന ഘട്ടം? ആൻസർ ഇരുണ്ട ഘട്ടം. കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്ന ഘട്ടം ഇരുണ്ട ഘട്ടം. കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത്? ആൻസർ ATP. കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് ATP. ATPയുടെ പൂർണ്ണ രൂപം? ആൻസർ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATPയുടെ പൂർണ്ണ രൂപം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികൾ? ആൻസർ സസ്യപ്ലവകങ്ങൾ. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. താഴെ തന്നിട്ടുള്ളതിൽ സസ്യപ്ലവകങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ ബോസ് ടോറസ്. സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ് ഗോൾഡൻ ആൽഗകൾ, സയനോബാക്ടീരിയ, ഡെസ്മിഡുകൾ. ഗോൾഡൻ ആൽഗകൾ, സയനോബാക്ടീരിയ, ഡെസ്മിഡുകൾ.
ഹരിതകണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗമാണ് സ്ട്രോമ. ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച സ്തരപാളിയാണ് ഗ്രാന. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണ്. ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുകയും ചെയ്യുന്നത് പ്രകാശഘട്ടത്തിലാണ്. പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുന്നു. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനം ഇവിടെ സൂര്യപ്രകാശം ഉപയോഗിക്കുന്നില്ല. ATPയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതിനാൽ ഗ്ലൂക്കോസിനെ സസ്യശരീരത്തിൽ സംഭരിക്കാനാവില്ല. തന്മൂലം സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അലേയമായ അന്നജ രൂപത്തിൽ ഇലകളിൽ സംഭരിക്കുന്നു. ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജ സ്രോതസ്സായും വളർച്ചയ്ക്കാവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ അന്നജം പ്രയോജനപ്പെടുത്തുന്നു. അന്നജം പിന്നീട് സൂക്രോസായി മാറി ഫ്ലോയിങ് കുഴലുകളിലൂടെ മറ്റു സസ്യഭാഗങ്ങളിലെത്തി വിവിധ രൂപങ്ങൾ സംഭരിക്കപ്പെടുന്നു. ചാപ്റ്റർ 2 ആഹാരം അന്നപദത്തിൽ. 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ പല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളപ്പോൾ ആ വീഡിയോ കൂടി ഒന്ന് കാണണം. ആ വീഡിയോയിൽ പറയാത്ത പോയിന്റ്സ് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ആൻസർ ഡെൻഡൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിലെ ഭാഗം. ആൻസർ പൾപ്പ്. രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിലെ ഭാഗമാണ് പൾപ്പ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല. ആൻസർ സിമന്റം. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. താഴെ തന്നിട്ടുള്ളതിൽ ഉമിനീരിൽ അടങ്ങിയിട്ടില്ലാത്ത വസ്തുവേത്? ആൻസർ മാൾട്ടോസ്. ഉമിനീരിൽ അടങ്ങിയിട്ടുള്ളവയാണ് സലൈവറി അമിലേസ്, ശ്ലേഷ്മം, ലൈസോസൈം. വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം. ആൻസർ 3. വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം 3. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസാക്കി മാറ്റുന്നത്. ആൻസർ സലൈവറി അമിലേസ്. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസാക്കി മാറ്റുന്നത് സലൈവറി അമിലേസ്. ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈം. ആൻസർ ലൈസോസൈം. ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഏജന്റ്. ആൻസർ ലൈസോസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ് ലൈസോസൈം. കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കാൻ കഴിയുന്ന എൻസൈം. ആൻസർ ഗ്യാസ്ട്രിക് ലിപ്പേസ്. കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കാൻ കഴിയുന്ന എൻസൈമാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ്. പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റൈഡാക്കി മാറ്റുന്ന എൻസൈം. ആൻസർ പെപ്സിൻ. പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന എൻസൈമാണ് പെപ്സിൻ. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമീകരിക്കുകയും ചെയ്യുന്ന വസ്തു. ആൻസർ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന വസ്തുവാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആഗ്നേയരസത്തിലെ രാസാഗ്നികളിൽ ഉൾപ്പെടാത്തത്. ആൻസർ പെപ്സിൻ. ആഗ്നേയരസത്തിലെ രാസാഗ്നികളാണ് അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നത്. ആൻസർ പാൻക്രിയാറ്റിക് ലിപ്പേസ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ്. ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ദഹനരസം. ആൻസർ ആന്ത്രരസം. ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ദഹനരസമാണ് ആന്ത്രരസം.
ചെറുകുടലിന്റെ ആരംഭ ഭാഗം. ആൻസർ പക്വാശയം. ചെറുകുടലിന്റെ ആരംഭ ഭാഗം അറിയപ്പെടുന്നത് പക്വാശയം. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്ന ഭാഗം. ആൻസർ വില്ലസ്. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്ന ഭാഗം വില്ലസ് ആണ്. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗം. ആൻസർ വില്ലസ്. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗമാണ് വില്ലസ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം. ആൻസർ പിത്തരസം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. രാസാഗ്നികളില്ല. പിത്തരസത്തിൽ രാസാഗ്നികൾ അടങ്ങിയിട്ടില്ല. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗം. ആൻസർ ക്ലോമപിതാനം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിതാനം. താഴെ തന്നിട്ടുള്ളതിൽ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. ആൻസർ ഗ്ലിസറോൾ. രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ഘടകങ്ങളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആഗിരണം ചെയ്യുന്നത് ലിംഫാണ്. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേക മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഭാഗം. ആൻസർ വില്ലസ്. ചെറുകുടലിനകത്തെ പോഷകാഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേക മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ് വില്ലസ്. തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണെങ്കിൽ അത്തരം ഡിഫ്യൂഷൻ അറിയപ്പെടുന്നത്. ആൻസർ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണെങ്കിൽ അത്തരം ഡിഫ്യൂഷൻ അറിയപ്പെടുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്തരത്തിലൂടെ ജലതന്മാത്രകളുടെ പ്രവാഹം. ആൻസർ ഓസ്മോസിസ്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്തരത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യുന്ന പ്രക്രിയ. ആൻസർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവ രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ. ആൻസർ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവ രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ലാക്റ്റിയിലേക്ക് ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളും ആഗിരണം നടക്കുന്ന പ്രക്രിയ. ആൻസർ സിമ്പിൾ ഡിഫ്യൂഷൻ. ലാക്റ്റിയിലേക്ക് ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളും ആഗിരണം നടക്കുന്ന പ്രക്രിയയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ. ആൻസർ വൈറ്റമിൻ കെ. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ രക്തത്തിലേക്ക് ഏതു പ്രക്രിയയിലൂടെയാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? ആൻസർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ രക്തത്തിലേക്ക് ഏതു പ്രക്രിയയിലൂടെയാണ് ആഗിരണം നടക്കുന്നത്? ആൻസർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പല്ലിന്റെ ഘടനയാണ് ചിത്രത്തിൽ കാണുന്നത്. ഇനാമൽ, വെള്ള നിറം, കടുപ്പമേറിയ ഭാഗം, നിർജീവമായ ഭാഗം. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകളാണ് ഡെൻഡെയിൻ. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കല. രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നത് പൾപ്പിലാണ്.
മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലേപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളില്ല. കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസവും ആഗ്നേയരസവും ഒരു പൊതുകുഴലിലൂടെ പക്വാശയത്തിലേക്ക് തുറക്കുന്നു. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് അമിലേസ്. പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി മാറ്റുന്നത് ട്രിപ്സിൻ. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലേപ്പേസ്. ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. ഗാഢതാക്രമത്തിന് അനുകൂലമായതിനാൽ ഈ പ്രക്രിയകൾക്ക് ഊർജം ആവശ്യമില്ല. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നു. ഇതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ലാക്റ്റിയിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. അർത്ഥധാരി സ്ഥലം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം. ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതും ഡിഫ്യൂഷന് ഉദാഹരണങ്ങളാണ്. ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇത്തരം ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികളിലേക്കുള്ള ആഗിരണം നടക്കുന്നതും ഇത്തരത്തിലാണ്. ഓസ്മോസിസ് ഓസ്മോസിസിലൂടെയാണ് ജലം ആഗിരണം ചെയ്യപ്പെടുന്നത്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർത്ഥധാരി സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ഇത് ഗാഢതാക്രമത്തിന് അനുകൂലമാണെങ്കിലും ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ചില സന്ദർഭങ്ങളിൽ ഗാഢതാക്രമത്തിന് വിപരീതമായും ആഗിരണം നടക്കുന്നു. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ചാപ്റ്റർ 3 ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്. രക്തത്തിൽ എത്ര ശതമാനമാണ് രക്തകോശങ്ങൾ? ആൻസർ 45%. രക്തത്തിൽ 45%മാണ് രക്തകോശങ്ങൾ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. ആൻസർ EDTA. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് EDTA. എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ്. ആൻസർ 55%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ്. ആൻസർ 90 മുതൽ 92%. പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് 90 മുതൽ 92%. പ്ലാസ്മയിലെ പ്രോട്ടീനുകളുടെ അളവ്. ആൻസർ 7 മുതൽ 8%. പ്ലാസ്മയിലെ പ്രോട്ടീനുകളുടെ അളവ് 7 മുതൽ 8%. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭാഗം. ആൻസർ സൈനോ ഏട്രിയൽ നോഡ് SA നോഡ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്ന ഹൃദയത്തിന്റെ അറ. ആൻസർ വലത് ഏട്രിയം. സൈനോ ഏട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്ന ഹൃദയത്തിന്റെ അറയാണ് വലത് ഏട്രിയം. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ആൻസർ സൈനോ ഏട്രിയൽ നോഡ്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡ്. ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകൾ അറിയപ്പെടുന്നത്. ആൻസർ പോർട്ടൽ സിരകൾ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം. ആൻസർ കരൾ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കരൾ. കൃത്രിമ പേസ്മേക്കർ ശസ്ത്രക്രിയ ആരംഭിച്ച വർഷം.
ആൻസർ 1960. കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ ആരംഭിച്ച വർഷം 1960. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ആൻസർ ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയതാര്? ആൻസർ വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ ആറ്റങ്ങളെ വഹിക്കാൻ കഴിയും? ആൻസർ 4. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ ആറ്റങ്ങളെ വഹിക്കാൻ കഴിയും. ഹൃദയാറകളുടെ സങ്കോചം അറിയപ്പെടുന്നത്? ആൻസർ സിസ്റ്റോളി. ഹൃദയാറകളുടെ സങ്കോചം അറിയപ്പെടുന്നത് സിസ്റ്റോളി. ഹൃദയാറകളുടെ വിശ്രമാവസ്ഥ അറിയപ്പെടുന്നത്? ആൻസർ ഡയസ്റ്റോളി. ഹൃദയാറകളുടെ വിശ്രമാവസ്ഥ അറിയപ്പെടുന്നത് ഡയസ്റ്റോളി. മനുഷ്യ ശരീരത്തിലെ സാധാരണ സിസ്റ്റോളിക് പ്രഷർ? ആൻസർ 120 mm/Hg. മനുഷ്യ ശരീരത്തിലെ സാധാരണ സിസ്റ്റോളിക് പ്രഷർ 120 mm/Hg. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ആൻസർ സ്പിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കുന്ന വാൽവ്? ആൻസർ ബൈകസ്പിഡ് വാൽവ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കുന്ന വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവ്? ആൻസർ ട്രൈകസ്പിഡ് വാൽവ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ലോകത്തിൽ ആദ്യമായി ഏതു ജീവിയിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്? ആൻസർ നായ. ലോകത്തിൽ ആദ്യമായി നായയിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ലോകത്തിൽ ആദ്യമായി നായയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ? ആൻസർ ഡെമിക്കോ. ലോകത്തിൽ ആദ്യമായി നായയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഡെമിക്കോ. ലോകത്തിൽ ആദ്യമായി മനുഷ്യരിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ? ആൻസർ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർനാഡ്. ലോകത്തിൽ ആദ്യമായി മനുഷ്യരിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർനാഡ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്? ആൻസർ ഡോക്ടർ വേണുഗോപാൽ. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാൽ. 1994 ഡൽഹിയിലാണ്. ലോകത്തിൽ ആദ്യമായി കൃത്രിമ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്? ആൻസർ റോബർട്ട് ജാർവിക്കും ജോഹാൻ കോഫും. ലോകത്തിൽ ആദ്യമായി കൃത്രിമ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് റോബർട്ട് ജാർവിക്കും ജോഹാൻ കോഫും. ലോക ഹൃദയ ദിനം? ആൻസർ സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം എത്ര ലിറ്റർ രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യുന്നത്? ആൻസർ 70 മില്ലി. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യുന്നത്. വലത് വെൻട്രിക്കിൽ നിന്നും ആരംഭിച്ച് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനം? ആൻസർ പൾമണറി പര്യനം. വലത് വെൻട്രിക്കിൽ നിന്നും ആരംഭിച്ച് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് പൾമണറി പര്യനം. ഇടത് വെൻട്രിക്കിൽ നിന്നും ആരംഭിച്ച് വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനം? ആൻസർ സിസ്റ്റമിക് രക്തപര്യനം. ഇടത് വെൻട്രിക്കിൽ നിന്നും ആരംഭിച്ച് വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് സിസ്റ്റമിക് രക്തപര്യനം.
ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. ആൻസർ അതിറോസ്ക്ലീറോസിസ്. ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം. ആൻസർ പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ അഥവാ സ്പ്ലീൻ. ശരീരത്തിലെ ആയുധപ്പുര പട്ടാള ക്യാമ്പ് എന്നറിയപ്പെടുന്ന അവയവം. ആൻസർ പ്ലീഹ. ശരീരത്തിലെ ആയുധപ്പുര പട്ടാള ക്യാമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ. മനുഷ്യരിലെ രക്തസമ്മർദ്ദ നിരക്ക്. ആൻസർ 120/80 mmHg. മനുഷ്യരിലെ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg. പ്ലാസ്മയിൽ 90 മുതൽ 92% ജലമാണ്. പ്രോട്ടീനുകൾ 7 മുതൽ 8%. പ്ലാസ്മയിൽ കാണപ്പെടുന്ന മറ്റു ഘടകങ്ങളാണ് കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ മുതലായവ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. സിരകൾ രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. കനം കുറഞ്ഞ ഭിത്തി. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ധമനി ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ് ധമനിക്കുള്ളത്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ലോമികകൾ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തി. ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങൾ കാണപ്പെടുന്നു. വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ചാപ്റ്റർ 4 ഊർജത്തിനായി ശ്വസിക്കാം. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം. ആൻസർ പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. 2 ശ്വാസകോശങ്ങളുടെയും വായുവറകളുടെയും ആകെ പ്രതല വിസ്തീർണം. ആൻസർ 70 ചതുരശ്ര മീറ്റർ. 2 ശ്വാസകോശങ്ങളുടെയും വായുവറകളുടെയും ആകെ പ്രതല വിസ്തീർണം 70 ചതുരശ്ര മീറ്റർ. ത്വക്കിന്റെ പ്രതല വിസ്തീർണം. ആൻസർ 2 ചതുരശ്ര മീറ്റർ. ത്വക്കിന്റെ പ്രതല വിസ്തീർണം 2 ചതുരശ്ര മീറ്റർ. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലെ പ്രത്യേകതരം പേശികൾ അറിയപ്പെടുന്നത്. ആൻസർ ഇന്റർകോസ്റ്റൽ പേശികൾ. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലെ പ്രത്യേകതരം പേശികളാണ് ഇന്റർകോസ്റ്റൽ പേശികൾ. ആരോഗ്യവാനായ പുരുഷന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ്. ആൻസർ 100 മില്ലിലിറ്ററിൽ ശരാശരി 15 ഗ്രാം. ആരോഗ്യവാനായ പുരുഷന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് 100 മില്ലിലിറ്ററിൽ ശരാശരി 15 ഗ്രാം. ആരോഗ്യവതിയായ സ്ത്രീകളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ്. ആൻസർ 100 മില്ലിലിറ്ററിൽ ശരാശരി 13 ഗ്രാം. ആരോഗ്യവതിയായ സ്ത്രീകളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് 100 മില്ലിലിറ്ററിൽ ശരാശരി 13 ഗ്രാം. ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം. ആൻസർ 2. ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 2. സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവ്. ആൻസർ ടൈഡൽ വോളിയം. സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ് ടൈഡൽ വോളിയം. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തുപോകുന്ന വായുവിന്റെ അളവ്. ആൻസർ വൈറ്റൽ കപ്പാസിറ്റി. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തുപോകുന്ന വായുവിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. ആരോഗ്യമുള്ള പുരുഷന്മാരിലെ വൈറ്റൽ കപ്പാസിറ്റിയുടെ അളവ്.
ആൻസർ ഏകദേശം 4.5 ലിറ്റർ. ആരോഗ്യമുള്ള പുരുഷന്മാരിലെ വൈറ്റൽ കപ്പാസിറ്റിയുടെ അളവ് ഏകദേശം 4.5 ലിറ്റർ. സ്ത്രീകളിലെ വൈറ്റൽ കപ്പാസിറ്റിയുടെ അളവ് ആൻസർ ഏകദേശം 3 ലിറ്റർ. സ്ത്രീകളിലെ വൈറ്റൽ കപ്പാസിറ്റിയുടെ അളവ് ഏകദേശം 3 ലിറ്റർ. ടൈഡൽ വോളിയത്തിന്റെ അളവ് ആൻസർ ഏകദേശം 1/2 ലിറ്റർ. ടൈഡൽ വോളിയത്തിന്റെ അളവ് ഏകദേശം 1/2 ലിറ്റർ. കോശശ്വസനത്തിന്റെ ഭാഗമായ ക്രെബ്സ് പരിവർത്തിയിൽ നിന്നും ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം ആൻസർ 28. കോശശ്വസനത്തിന്റെ ഭാഗമായ ക്രെബ്സ് പരിവർത്തിയിൽ നിന്നും ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 28. ഡിസ്കിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രക്തകോശം ആൻസർ അരുണ രക്താണുക്കൾ. ഡിസ്കിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രക്തകോശമാണ് അരുണ രക്താണുക്കൾ. ഗ്ലൈക്കോളിസിസ് പ്രക്രിയയിൽ കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് എന്തായി മാറുന്നു? ആൻസർ പൈറുവിക് ആസിഡ്. ഗ്ലൈക്കോളിസിസ് പ്രക്രിയയിൽ കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡായി മാറുന്നു. ക്രെബ്സ് പരിവർത്തിയിൽ മൈറ്റോകോൺട്രിയയിൽ വെച്ച് പൈറുവിക് ആസിഡ് എന്തായി മാറുന്നു? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. ക്രെബ്സ് പരിവർത്തിയിൽ മൈറ്റോകോൺട്രിയയിൽ വെച്ച് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. ഒരു കോശശ്വസനത്തിന്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണം ആൻസർ 30. ഒരു കോശശ്വസനത്തിന്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണം 30. സസ്യങ്ങളുടെ കാണ്ഡത്തിലും വേരിലും വാതക വിനിമയം നടക്കുന്നത് ഏത് ഭാഗത്തിലൂടെയാണ്? ആൻസർ ലെന്റിസെല്ലുകൾ. മൈറ്റോകോൺട്രിയയിൽ വെച്ച് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയ ആൻസർ ക്രെബ്സ് പരിവർത്തി. മൈറ്റോകോൺട്രിയയിൽ വെച്ച് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ക്രെബ്സ് പരിവർത്തി. കോശശ്വസനത്തിന്റെ ഫലമായി ഊർജ്ജം നിർമ്മിക്കപ്പെടുന്നത് ആൻസർ ATP. കോശശ്വസനത്തിന്റെ ഫലമായി ഊർജ്ജം നിർമ്മിക്കപ്പെടുന്നത് ATPയിലാണ്. കോശശ്വസനത്തിന്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ആൻസർ ഗ്ലൈക്കോളിസിസ്. കോശശ്വസനത്തിന്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ്. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനം ആൻസർ ഗ്ലൈക്കോളിസിസ്. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനമാണ് ഗ്ലൈക്കോളിസിസ്. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് നാസാദ്വാരം. നാസാദ്വാരത്തെയും ഗ്രസനെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം. C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ശ്വാസനാളം. ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് ഈ വലയങ്ങൾ സഹായിക്കുന്നു. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. ഈ സ്തരപാളികൾക്കിടയിൽ പ്ലൂറ ദ്രവം ശ്വാസകോശവും ഔരസാശി ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനി. ഇവയിലും തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നു. ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക. വായു അറകളിലേക്ക് തുറക്കുന്ന നേർത്ത ഈ കുഴലുകളിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകളാണ് വായു അറ. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തരോമികകൾ കാണപ്പെടുന്നു. വാതക വിനിമയം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ാണ് പാർട്ട് 1 നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാർട്ട് 2 നോക്കാവുന്നതാണ്. താങ്ക് യു.